നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 1 തീയതിയാണ്, ഞായറാഴ്ച ദിവസം. ഇന്ന് മുതലുള്ള സമയം ശനീശ്വരൻ്റെ അനുഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ് കുറച്ച് നക്ഷത്രക്കാർക്ക്. ജീവിതത്തിൽ ഈ ഒരു സമയം ശനീശ്വരൻ്റെ അനുഗ്രഹം പൂർണ്ണ തോതിൽ ഈ പറയാൻ പോകുന്ന 18 നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ്. 30 വർഷത്തിന് ശേഷമാണ് ശനീശ്വരൻ്റെ കൃപ ഈ നക്ഷത്രക്കാരിലേക്ക് കൂടുതലായി വന്നു ചേരാനായി പോകുന്നത്. അപ്പോൾ ഇവിടെ ശനി ഭഗവാൻ നൽകുന്ന ഈ സൗഭാഗ്യത്തെ ഇനി മറ്റാർക്കും തന്നെ നിങ്ങളിൽ നിന്ന് അപഹരിച്ചെടുക്കാൻ സാധിക്കില്ല. അത്രത്തോളം ഭാഗ്യമാണ് ശനീശ്വരൻ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. കഴിഞ്ഞ 5 കൊല്ലമായി വളരെയധികം ബുദ്ധിമുട്ട് ഏൽക്കുകയായിരുന്നു അല്ലെങ്കിൽ അനുഭവിക്കുകയായിരുന്നു ശനീശ്വരനിൽ നിന്നും ഈ പറയാൻ പോകുന്ന 18 നക്ഷത്രക്കാർ. അപ്പോൾ ഈ അനുഭവിച്ചു കൊണ്ടിരുന്ന ദുഃഖങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകുന്നു. ശനീശ്വരൻ തന്നെ നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് ഒരു അറുതി വരുത്തുകയാണ്. ഇന്ന് ജൂൺ മാസം 1 തീയതിയാണ്. സന്തോഷം, സമൃദ്ധി, ഐശ്വര്യം എന്നിവ ശനീശ്വരൻ പ്രദാനം ചെയ്യാൻ പോവുകയാണ് ഈ 18 നക്ഷത്രക്കാർക്ക്. അപ്പോൾ ശനീശ്വരൻ്റെ അനുഗ്രഹം നിമിത്തം ജീവിത വിജയം അനുഭവിക്കും, കർമ്മ നേട്ടമുണ്ടാകും, വിദ്യാവിജയം ഉണ്ടാകും, സന്തോഷം, ഉന്നതി, അപ്രതീക്ഷിതമായ ധനനേട്ടം, അത്രയ്ക്ക് ഭാഗ്യ സമയം തന്നെ ആരംഭമാകുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു 2.5 വർഷക്കാലം വളരെയധികം നേട്ടം തന്നെയാണ് ഈ 18 നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 18 നക്ഷത്രക്കാരും ഇന്നേ ദിവസം മുതലുള്ള സമയം, അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ കേട്ടതിന് ശേഷമുള്ള സമയം, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വൈകിട്ടത്തെ സമയം നമുക്ക് തന്നെ തുടങ്ങാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത്, അതും ആഴ്ചയിൽ 1 എന്നോണം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. അപ്പോൾ വരുന്ന ഒരു 5-6 കൊല്ലത്തേക്ക് വളരെയധികം മാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ കഴിയുന്ന ആളുകൾ പറ്റുന്ന രീതിയിൽ തന്നെ ശിവക്ഷേത്ര ദർശനത്തിന് ഒരുങ്ങുക. യഥാശക്തി വഴിപാടും നടത്തേണ്ടതാണ്. കൂടാതെ ഇനി പറയാൻ പോകുന്ന ശനീശ്വരൻ്റെ അനുഗ്രഹങ്ങൾ പൂർണ്ണതോതിൽ നിങ്ങളിലേക്ക് എത്തുന്നതിന് ശാസ്താ ക്ഷേത്ര ദർശനം കൂടി നിങ്ങൾ നടത്തേണ്ടതാണ്. ഇപ്പോൾ 18 നക്ഷത്രക്കാർക്ക് ജൂൺ 1, അതായത് ഇന്നു മുതൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു, തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇനിയുള്ള ആ ഒരു സമയം ഒരുപാട് ദുഃഖങ്ങളൊക്കെ കൊണ്ട് അലഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിനാണ് മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കേൾക്കാൻ കഴിഞ്ഞതിന് ശേഷമുള്ള സമയം, അപ്പോൾ ഇന്നത്തെ ആ ഒരു വൈകുന്നേര ദീപാരാധന ശിവക്ഷേത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ വളരെ ഒരു മാറ്റത്തിന് തന്നെ അത് തുടക്കമാകും. സകലവിധ ദുഃഖങ്ങളും മാറുകയാണ്, വിധ നേട്ടങ്ങളും നിങ്ങളിലേക്ക് എത്തുന്ന സമയം കൂടിയാണ്. സഹസ്രകോടീശ്വര യോഗം തന്നെയാണ് തെളിയുന്നത്. സഹസ്രകോടീശ്വര യോഗം എന്ന് പറയുമ്പോൾ പല വഴികളിലൂടെ ധനം വന്നു ചേരും. ആ ധനം കൊണ്ട് പലവിധ കാര്യങ്ങൾ ചെയ്യാനും വിജയത്തിലെത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ തന്നെ കിട്ടാക്കടങ്ങൾ, എഴുതി തള്ളിയ കിട്ടാക്കടങ്ങൾ പോലും തിരികെ കിട്ടുന്നതാണ്. കർമ്മമേഖല കൊണ്ട് ഉയർച്ച ഉണ്ടാകുന്നതാണ്. വിദേശവാസത്തിനും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനും ജീവിതം തിരിച്ചു പിടിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായി ഒരു ജാതക വിശകലനം കൂടി നിങ്ങൾ നടത്തുക. ഉത്തമനായ ഒരു ജ്യോതിഷിയെ സമീപിച്ച് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുമ്പോൾ പൂർണ്ണ വിവരം നിങ്ങൾക്ക് കിട്ടും. ഇത് നമ്മൾ മൊത്തത്തിലുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഒരു പൊതുവായ ഫലമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശനിയാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുക. കൂടാതെ ശനിയാഴ്ച വ്രതമൊക്കെ സ്ത്രീകൾക്കായിരിക്കും അത് എടുക്കാൻ ഏറ്റവും സാധ്യമാകുന്നത്. അപ്പോൾ ശനിയാഴ്ച വ്രതം എടുക്കുന്നത് ഉത്തമമാണ്. ഇതൊക്കെ വളരെയധികം ഫലം ചെയ്യുന്നതാണ്. ഈശ്വരാധീനം ധാരാളമുള്ളൊരു സമയമായതിനാൽ തന്നെ സർവ്വകാര്യ വിജയം ഉറപ്പ്. ലോണിനൊക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അനുകൂലം ലഭിക്കുന്നതാണ്. ശാസ്താക്ഷേത്ര ദർശനം കൂടി ഈ ഒരു വേളയിൽ നിങ്ങൾ മുടക്കാതിരിക്കുക. ശിവക്ഷേത്ര ദർശനം, ശാസ്താക്ഷേത്ര ദർശനം, അതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറം നേട്ടങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. പ്രാർത്ഥന, നാമജപം, അതായത് വിളക്ക് കത്തിക്കുന്ന രാവിലെയും വൈകിട്ടുമുള്ള സമയം അല്പനേരം നാമജപത്തിനായി മുടക്കുക. നാമജപം വളരെ ഫലം തരും. കൂടാതെ നാമം ജപിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ഓം നമഃശിവായ എന്നാണ് നിങ്ങൾ ജപിക്കുന്നത് വെച്ച് ഒരു മന്ത്രോച്ചാരണം ജപിക്കുന്നു. അപ്പോൾ അത് ഒരു നല്ലൊരു കൊച്ചൊരു ബുക്കൊക്കെ തയ്യാറാക്കി അതിൽ എഴുതിക്കൊണ്ട് തന്നെ ജപിക്കുകയാണെങ്കിൽ ദിവസം ഒരു 101 തവണ അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന തവണ അങ്ങനെ കണ്ടിന്യൂസ് ആയി ഇത് ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജപിക്കുന്നതിലും എഴുതുന്ന കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത്, ജപിക്കുന്നതിലും ഇരട്ടി ഫലം ഈ എഴുതുന്ന കാര്യത്തിലൂടെ ലഭിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പർ ആയാലും മതി, ഒരു വെള്ള പേപ്പറും ഒരു നീല പേനയും എടുത്ത് ഓം നമഃശിവായ, ഓം നമോ നാരായണായ, ഏത് കാര്യം മന്ത്രജപം നടത്തുമ്പോഴും അത് കയ്യും അതിനനുസരിച്ച് പേപ്പറിൽ ഇങ്ങനെ എഴുതുക.
എഴുതുന്നതനുസരിച്ച് അതിൻ്റെ ഇരട്ടി ഫലം നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ നാവ് കൊണ്ട് നിങ്ങൾ ഉച്ചരിക്കുന്നത് കൂടാതെ കൈകൊണ്ട് നിങ്ങൾ ആ മന്ത്രോച്ചാരണങ്ങൾ എഴുതുകയും ചെയ്യുന്നു. അപ്പോൾ ഇരട്ടി ഫലമായിരിക്കും. ഇത് തൊട്ടൊന്ന് തുടങ്ങി നോക്കിയാട്ടെ, വളരെയധികം ഫലം നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ ലഭിച്ചു തുടങ്ങുന്നതാണ്. അത്രയ്ക്ക് നേട്ടമാണ് നമ്മൾ ജപിക്കുന്ന ഓരോ നാമജപങ്ങളും നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വളരെ ഭാഗ്യസമയം ശനീശ്വരൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഒരു 18 നക്ഷത്രക്കാരുടെ ജീവിതം വമ്പൻ മാറ്റത്തിലേക്ക്, വമ്പൻ കുതിപ്പിലേക്ക് പോവുകയാണ്. ഒരു 2-2.5 വർഷക്കാലം വളരെയധികം നേട്ടം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സമയമാണ്. അപ്പോൾ ഇനി ഉള്ള സമയം പ്രാർത്ഥനകൾ വളരെയധികം അനിവാര്യമാണ്. നേട്ടങ്ങൾ പൂർണ്ണ തോതിൽ എത്താൻ ശിവക്ഷേത്ര ദർശനം, അതേപോലെ തന്നെ ശാസ്താക്ഷേത്ര ദർശനം എന്നിവ മുടക്കാതെ ചെയ്യുക. ഉള്ള നക്ഷത്രക്കാരിലേക്ക് കടക്കാം. ഇതിനു മുന്നേ നിങ്ങളുടെ പേരും നക്ഷത്രമൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുന്നതാണ്. കാർത്തിക, രോഹിണി, മകരം നക്ഷത്രക്കാർക്ക് ധനയോഗമാണ് തെളിഞ്ഞിരിക്കുന്നത്. ഈ ജൂൺ 1 മുതലുള്ള സമയം ശനീശ്വരൻ്റെ അനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന നക്ഷത്രങ്ങൾ തന്നെയാണ് കാർത്തിക, രോഹിണി, മകരം. വിവാഹ തടസ്സം നീങ്ങുന്നതാണ്. ഉന്നത വിജയത്തിനുള്ള യോഗം തെളിയുന്നുണ്ട്. ഒരിക്കലും നടക്കില്ല അല്ലെങ്കിൽ ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്നൊക്കെ വിചാരിച്ച സ്വത്തുവകകൾ, സമ്പത്ത്, ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. കോടിക്കണക്കിന് രൂപയുടെ ധനയോഗം തെളിയുന്നുണ്ട്. അത് ധനമായി തന്നെയല്ല, ചില വസ്തുവകകൾ, വാഹനങ്ങൾ, വീട് തുടങ്ങിയവയിലൂടെയൊക്കെ ധനയോഗം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ജോലിയിൽ ഉത്തരവാദിത്വം വർദ്ധിക്കുമ്പോൾ പ്രൊമോഷനൊക്കെയുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് ഇനിയുള്ള സമയം, അതായത് ഇന്നു മുതലുള്ള സമയം തുടങ്ങിക്കഴിഞ്ഞു. ഇഷ്ട ജോലി ലഭ്യം. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇഷ്ടത്തോടെ ചെയ്തതല്ലേ കൂടുതൽ ശ്രേഷ്ഠം. അപ്പോൾ ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കടബാധ്യതകൾ അകലുന്നതാണ്. തൊഴിൽ ചെയ്യുന്നത് കൊണ്ട് നേട്ടമുണ്ടാക്കാനും അഭിവൃദ്ധി ഉണ്ടാകാനുമുള്ള ഭാഗ്യം തെളിയുന്നുണ്ട്. ശനീശ്വരൻ തരുകയാണ് ഈ ഭാഗ്യങ്ങളൊക്കെ. സന്താന സൗഭാഗ്യത്തിനുള്ള ഒരു സമയം കൂടിയാണ് എത്തിയിരിക്കുന്നത്. ഇനി ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്കും ഒരു സൗഭാഗ്യ സമയം, ധനയോഗ സമയമാണ് ആരംഭിച്ചിരിക്കുന്നത്. ആഗ്രഹ ജോലി ഫലമായി പറയാനുണ്ട്. ഭവനം കൊണ്ട് നേട്ടമുണ്ടാക്കാൻ, അതായത് ഉത്തമമായൊരു ഭവനം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നതാണ്. ലക്ഷങ്ങൾ കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഒരു സമയമാണ്. റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ വലിയ തോതിലുള്ള ലാഭമൊക്കെ ഈ ഒരു സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. പുതു ഗൃഹഭാഗ്യം കാണുന്നുണ്ട്. വിദേശ ഭാഗ്യം ഒരു സുവർണ സമയം തന്നെയാണ് ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നത്. വിദേശത്ത് പോയി വിദ്യാഭ്യാസം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ടോ. സകലവിധ ഭാഗ്യവും അനുഭവത്തിൽ വരുന്നതാണ്. വളരെയധികം വരവ് വർദ്ധിക്കുന്ന സമയമാണ്. ആഗ്രഹങ്ങളൊക്കെയും നടക്കും. ഈ ഒരു മെയ് മാസം വരെ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് സമയത്തിന് ശേഷം കഴിഞ്ഞ ഒരു മെയ് മാസം മുതൽ വ്യാഴം കൂടി നിങ്ങൾക്ക് അനുകൂലത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ ഒരു സമയങ്ങളിൽ വളരെയധികം മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും, ഭാഗ്യം വർദ്ധിക്കും. പുതിയ ബിസിനസ് ഒക്കെ ചെയ്യാനുള്ള യോഗം തെളിയുന്നുണ്ട്. ഒരു മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി കെട്ടിപ്പടുക്കാൻ കഴിയും. ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളായി അനുഭവിച്ചിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ളൊരു മാറ്റം ഈ ഒരു സമയം ഉണ്ടാകുന്നതാണ്. മത്സര പരീക്ഷകളിൽ വിജയം ഉണ്ടാകുന്നതാണ്. നേതൃത്വ പദവി തുടങ്ങിയവയൊക്കെ നിങ്ങളെ തേടി എത്താൻ ശനീശ്വരൻ തന്നെ മുൻകൈയെടുത്ത് സാധ്യമാക്കുന്നതാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് വിദേശയാത്ര ഭാഗ്യം കാണുന്നുണ്ട്. ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. ബിസിനസ്സിൽ നേട്ടമുണ്ടാകും. വിവാഹ യോഗം കാണുന്നുണ്ട്. ഉദ്യോഗലബ്ധി, കൃഷി കൊണ്ട് നേട്ടമുണ്ടാക്കാൻ സാധിക്കും. പല രീതിയിൽ ധനയോഗം കാണുന്നുണ്ട്. പൂർവിക സ്വത്തുകൾ ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്. കടങ്ങളാൽ വിഷമിക്കുന്ന നിങ്ങൾക്ക് കടങ്ങളൊക്കെ നീക്കാൻ സാധ്യമാകുന്നതാണ്. 3 മാസക്കാലം ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് നിർണായകമാണ്. ബന്ധുസമാഗമം ഉണ്ടാകുന്നതാണ്. ഒരു ഗംഭീരമായ അംഗീകാരമൊക്കെ നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. അനുയോജ്യമായ ജോലി ലബ്ധിക്കുള്ള സമയം. എങ്കിലും ശ്രദ്ധ എല്ലാ കാര്യങ്ങൾക്കും വളരെ അനിവാര്യമാണ്. കലാകായിക നേട്ടമുണ്ടാകുന്നതാണ്. ചിട്ടി, പാട്ടം തുടങ്ങിയ കാര്യങ്ങളിൽ വിജയം കണ്ടെത്താൻ, ധനനേട്ടമുണ്ടാകാനൊക്കെ സാധിക്കും. സന്താന സൗഭാഗ്യ യോഗം ഉണ്ടാകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചികിത്സ കുട്ടികൾ ഉണ്ടാകുന്നതിനായി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫലം കാണുന്നു. ഒരുപാട് നാളായി അതൊന്നും ഫലം കാണാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ചികിത്സകൾക്ക് ഫലിക്കാനുള്ള ഒരു സമയം കൂടി എത്തിയിട്ടുണ്ട്. അവസരങ്ങളും പരമാവധി എല്ലാ കാര്യങ്ങൾക്കും തൊഴിൽ മേഖലയുമായി വിദ്യയുമായൊക്കെ ബന്ധപ്പെട്ട് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. മുതിർന്നവരുടെ വാക്കുകൾ ധിഖരിക്കാതിരിക്കുക. ഈ ഒരു സമയം മുതിർന്നവരിൽ നിന്ന് അനുഗ്രഹം നിങ്ങൾ ഏറ്റുവാങ്ങുന്നത് ശനീശ്വരൻ പ്രീതനാകാൻ സഹായിക്കുക. അതായത് മുതിർന്നവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ പോലും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ശനീശ്വര കോപത്തിന് കൂടി അത് കാരണമാകും. ശനീശ്വരൻ എപ്പോഴും മുതിർന്നവരെ ബഹുമാനിക്കണം എന്നൊരു രീതിയിലുള്ള ആൾ കൂടിയാണ്. അപ്പോൾ മുതിർന്നവരെ ബഹുമാനിക്കുന്നതിലൂടെ ശനീശ്വരൻ്റെ അനുഗ്രഹം കൂടി കൂടുതലായി നിങ്ങളിലേക്ക് എത്താൻ സാധ്യമാകുന്നതാണ്.
വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മനസ്സന്തോഷത്തിന്റെ സമയമാണ്. തൊഴിൽ നേട്ടമുണ്ടാകും, ബിസിനസ്സിൽ വിജയമുണ്ടാകും, സാമ്പത്തികമായ ഒരു സന്തോഷ സമയമാണ്. തൊഴിൽ നേട്ടം എന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമല്ല, എല്ലാവിധ നേട്ടവും അതിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. സന്താന സൗഭാഗ്യത്തിന്റെ സമയമാണ്. പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. ഉപരിപഠനത്തിനുള്ള യോഗം തെളിയുന്നുണ്ട്. എല്ലാവിധ തടസ്സങ്ങളും നീങ്ങുന്ന സമയമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. ഉയർന്ന ബന്ധങ്ങളൊക്കെ വന്നു ചേരും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തികളിൽ തന്നെ വിശ്വാസം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ആദരവ് വർദ്ധിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിത സാമ്പത്തിക ലാഭമൊക്കെ ഈ ഒരു സമയം പ്രതീക്ഷിക്കാം. പ്രതിസന്ധികൾ ഒന്നൊഴിയാതെ വന്നുകൊണ്ടിരുന്ന ജീവിതത്തിൽ അതൊക്കെ ഒഴിയാൻ പോവുകയാണ്. ഈശ്വര പ്രാർത്ഥന അനിവാര്യമായ ഒരു ഘട്ടമാണിതിപ്പോൾ. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഫലങ്ങൾ ഏറിയ തോതിൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. കർമ്മ മേഖല കൊണ്ട് തന്നെ നേട്ടമുണ്ടാകുന്നതാണ്. സർക്കാർ ജോലിയൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യവും ജൂൺ 1 മുതൽ അതായത് ഇന്നു മുതൽ ആരംഭമായിട്ടുണ്ട്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും വളരെ നാളുകളായുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറുകയാണ്. ഏഴരശനിയുടെ പൂർണ്ണതോതിലുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഒഴിയുന്നുണ്ട്. ഇനി നേട്ടമാണ്. ജോലി കൊണ്ട് നേട്ടമുണ്ടാക്കാൻ സാധിക്കും. കുടുംബ അന്തരീക്ഷമാകെ കലുഷിതമായി കിടന്നത് മാറാൻ പോവുകയാണ്. സമാധാനം, യോഗം ഒക്കെ വന്നു ചേരുന്നുണ്ട്. വിദേശ ഭാഗ്യം കാണുന്നുണ്ട്. ക്ഷേത്ര ദർശനം വളരെ അനിവാര്യമാണ്. കുടുംബത്തിലൊരു ശാന്തത, സമാധാനം, ഐക്യം ഇതൊക്കെ വന്നു ചേരും. ഒന്നിലധികം മാർഗങ്ങളിലൂടെ ധനം എത്തുന്നതാണ്. പരിശ്രമങ്ങളൊക്കെയും ഫലം കാണുന്ന സമയമാണ്. ധാരാളം ധനം വന്നു ചേരാനുള്ള ഒരു യോഗം ഈ ഒരു സമയം ശനീശ്വരൻ നൽകുന്നുണ്ട്. സ്വദേശത്തോ വിദേശത്തോ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതാണ്. ലോണൊക്കെ ലഭിക്കാനുള്ള, അതായത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല സമയമാണ്. ഉപരിപഠനത്തിന് യോഗം കാണുന്നുണ്ട്. വിദേശ യാത്രകൾ അതൊക്കെ ഫലവത്താവും. കളിയാക്കിയവരും പരിഹസിച്ചവരും പുച്ഛിച്ചവരും എഴുതി തള്ളിയവരൊക്കെ നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ സഹായത്തിനായി വീട്ടുപടിക്കൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്ന ഒരു സമയമാണ് ശനീശ്വരൻ കാട്ടിത്തരാൻ പോകുന്നത്. എല്ലാ മലയാളം മാസത്തിലെ ആദ്യ ശനിയാഴ്ചയും ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതുമാണ്. നീരാഞ്ജനമൊക്കെ കഴിപ്പിക്കുക. കൂടാതെ ശിവക്ഷേത്ര ദർശനം, ശനിയാഴ്ച വ്രതം എടുക്കുക, ശിവക്ഷേത്രത്തിൽ ജലധാര, പിൻവിളക്ക് ഇതൊക്കെ കഴിപ്പിക്കുക. തിങ്കളാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം നിങ്ങൾ നടത്തേണ്ടതാണ്. കൂടാതെ ഒരു നാളികേരം നടക്കിലൂടെക്കുകയും ചെയ്യുക. വളരെയധികം മാറ്റമുണ്ടാകും. ശനീശ്വരൻ കൂടുതൽ കനിയുന്നതിന് ഇത് സഹായിക്കുന്നതാണ്. പുണർതം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്കും വളരെയധികം സന്തോഷ നിമിഷമാണ്. ജീവിത പങ്കാളിയുമൊത്ത് സന്തോഷ നിമിഷങ്ങൾ ചിലവഴിക്കാൻ സാധിക്കുന്നതാണ്. വീടോ വാഹനമോ ഒക്കെ വാങ്ങാനുള്ള ഭാഗ്യവും ഈ സമയമുണ്ടാകും. മാതാപിതാക്കളുടെ അനുഗ്രഹം വളരെ വലിയ തോതിൽ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് തന്നെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. വാഹനം മാറ്റി വാങ്ങാനുള്ള ഒരുപാട് നാളത്തെ നിങ്ങളുടെ സ്വപ്ന, ഒരു വാഹനം മാറ്റി എല്ലാവരും പല രീതിയിലുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിക്കും. നിങ്ങൾക്ക് അതൊന്നും മാറ്റി വാങ്ങിക്കാൻ പോലും സാധിക്കത്തില്ല. അങ്ങനെയുള്ള പല ആഗ്രഹങ്ങളും ഇനി സാധിക്കുന്നതാണ്. അന്യഗ്രഹ വാസം, അതായത് ചില വീടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബന്ധുഗൃഹത്തിലൊക്കെ താമസിക്കാനുള്ള ഒരു യോഗവും, അതായത് ഒരുപാട് നാളുകൾക്ക് ശേഷം ബന്ധുക്കളെ കാണാനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടാക്കുന്നുണ്ട്. ശനീശ്വരൻ നൽകിയ എല്ലാവിധ ദോഷങ്ങളും അദ്ദേഹം തിരിച്ചെടുത്തിട്ട് നിങ്ങളിലേക്ക് ഭാഗ്യം നൽകുകയാണ്. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. പുതിയ തൊഴിൽ ലബ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ അന്തരീക്ഷം മെച്ചപ്പെടുന്നതാണ്. പുരോഗതിയുടെ സമയമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം മാറ്റങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. പ്രയാസങ്ങളൊക്കെ ഒഴിയുന്ന സമയമാണ്. പുതിയ അവസരങ്ങൾ വന്നു ചേരും. പുത്രന്മാർ നിമിത്തം അല്ലെങ്കിൽ മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള ഭാഗ്യം കൂടി ഈ സമയം നിങ്ങളെ തേടിയെത്തുന്നതാണ്. സർവകാര്യ വിജയമാണ് ഫലമായി വരുന്നത്.